പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മൾ മലയാളികൾക്ക് തല കുനിച്ച് അല്പം നേരം നിൽക്കാൻ ഒരു അഡാർ ഐറ്റം കാണിച്ചു തരട്ടെ. ഞാൻ ഈ കാണിച്ചു തരുന്നത് ചെന്നൈയിലുള്ള കിലമ്പാക്കം ന്യൂ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. 1.5 വർഷം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അതായത് 2023 ഡിസംബർ 30-നാണെന്ന് തോന്നുന്നു ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എന്നാലും നിങ്ങൾ ആ കണ്ടൻറ്റ് മാത്രം നോക്കിയാൽ മതി. കണ്ടു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടാണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മാളാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അത്രയും ഭംഗിയായിട്ടാണ് ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ 1.5 വർഷത്തെ പഴക്കമൊന്നും പറയില്ല. ഈ കഴിഞ്ഞ മാസം ഉദ്ഘാടനം കഴിഞ്ഞ് അതേ പ്രൗഢിയോടെ തന്നെ ഇപ്പോഴും ആ ബസ് സ്റ്റാൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഏകദേശം 100 ഏക്കറിൽ 400 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. 215ഓളം ബസ്സുകളാണ് പാർക്ക് ചെയ്യാനുള്ള അകത്ത് ബേ ഉള്ളത്. അതുകൂടാതെ സ്പെയർ ബസ് ഏകദേശം 150 ബസ് വേറെയും സെപ്പറേറ്റ് പാർക്ക് ചെയ്യാം. പിന്നെ കാറുകളാണെങ്കിൽ ഏകദേശം 300ഓളം കാറുകളും 3500ഓളം ടൂ വീലർ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അകത്തുണ്ട്. പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഷോപ്സ്, റെസ്റ്റോറൻറ്റ്, ക്ലോക്ക് റൂം, അതുപോലെ തന്നെ വെയിറ്റിങ്ങിന് വലിയൊരു വെയിറ്റിംഗ് ഹാൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിക്ക് ഫാർമസി, അതുപോലെ തന്നെ ഡോക്ടർമാർ, ആംബുലൻസ്, അങ്ങനെ സർവ്വസന്നാഹമുള്ള ഒരു വലിയ സമുച്ചയം തന്നെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് കേട്ടോ ഈ കിലമ്പാക്കം ന്യൂ ബസ് സ്റ്റാൻഡ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ഓരോ മലയാളിയും ഒരു 10 സെക്കൻഡെങ്കിലും വായും പൊളിച്ച് നിന്നിട്ടുണ്ടാവും. കാരണം അത്രയും പ്രൗഢഗംഭീരമായൊരു സ്ട്രക്ചർ തന്നെയാണ്. എന്തായാലും എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴന്മാരും നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് നേരിട്ട് കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ്.